മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. ഇളവറാങ്കുഴി മാവിളയിൽ വീട്ടിൽ രാജേഷിനെയാണ് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ MG വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ദുരിതാശ്വാസ നിധിയിലേക്ക് വലുതും ചെറുതുമായ തുകകൾ കൈമാറുമ്പോഴാണ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും രാജേഷ് വ്യാജ പ്രചരണം നടത്തിയത്. ദുരിതാശ്വാസത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വലിയ തട്ടിപ്പ് നടത്തുന്നുവെന്നും ആരും പണം നൽകരുതെന്നുമാണ് രാജേഷ് പ്രചരിപ്പിച്ചത്. പിണറായി സർക്കാർ പണി വെച്ചിരിക്കെ നമ്മൾ പതിക്കുന്നത് വയനാട് ടൗൺഷിപ്പിലാണ്. ഇവിടെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഗവൺമെന്റിനെ വിമർശിക്കുന്നതാണ്, പിണറായി വിജയനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് തെറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. 410 വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 178 വീട് പണി പൂർത്തിയായി. നാളെ മുഖ്യമന്ത്രി താക്കോൽ ദാനം ചെയ്യുകയാണ്. ഇതല്ല, ഇതിന്റെ ആയിരക്കണക്കിന് ടൗൺഷിപ്പ് നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളി പരിപാടിയാണ്. ഇത് സൂപ്പർ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഒരു 1.5 വീടാണ്.